നമുക്കത് സുഗതൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സുഗതന് ഉറപ്പായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും കിട്ടും. നിയമപരിരക്ഷയ്ക്ക് വേണ്ടി കോടതിയിൽ പോകുമെന്ന് പറയുന്ന ആളുകൾ ആ 7 ദിവസത്തിനുള്ളിൽ അവർ ഹാജരാകാത്തതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പോലീസിന് അദ്ദേഹത്തിന് പിടികൂടേണ്ടി വന്നത്. അതുപോലെ സാംസ്കാരിക സമ്പന്നമായിട്ടുള്ളവരായിരിക്കണം തങ്ങളുടെ ജനപ്രതിനിധികളെന്ന് ആഗ്രഹിക്കുന്നവരാണ് തിരുവനന്തപുരത്തെ നിവാസികൾ. അല്ല, നിങ്ങൾ പറയുന്ന വസ്തുത സ്വാഭാവികമായിട്ട് സുഗതന്റെ പക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് സുഗതന്റെ പക്ഷത്ത് തന്നെ സംസാരിക്കാൻ പറ്റും. എന്റെ വാദം ഇത്രയുമേ ഉള്ളൂ. ഈ സുഗതൻ നാളെ അയോഗ്യനാകുന്ന ഒരു ഘട്ടമുണ്ടായാൽ BJP സ്വീകരിക്കുന്ന നിലപാടെന്തായിരിക്കും? അല്ല, അയോഗ്യനാകേണ്ട ഘട്ടമുണ്ടായാൽ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ടുള്ള പരിരക്ഷയിലേക്ക് സുഗതൻ ശ്രമിച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു തീർപ്പുണ്ടാകട്ടെ. നമ്മളിപ്പോഴേ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നാളെ മഴ പെയ്യുന്നതിന് ഇപ്പോഴേ കുട പിടിക്കണ്ടല്ലോ. നമുക്കത് സുഗതൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സുഗതന് ഉറപ്പായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും കിട്ടാൻ അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ കാപ്പ കേസിൽ പ്രതിയായിരുന്ന നിരവധി ക്രിമിനൽ കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളെ അന്ന് മത്സരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത ഇപ്പോൾ BJPക്കുണ്ടോ? ഒരിക്കലുമില്ല. കാരണം സുഗതൻ മത്സരിക്കുന്ന സമയത്ത് തന്നെ സുഗതൻ വ്യക്തമായി തൻ്റെ പേരിലുള്ള കേസുകളുടെ ഡീറ്റെയിലും മറ്റും കൊടുത്ത് സത്യവാങ്മൂലം കൊടുത്താണ് മത്സരിച്ചത്. അതിൽ യാതൊരു ഒളിവുമില്ല. എല്ലാവർക്കും പരിശോധിക്കാം. ഈ അടുത്ത സമയത്ത് ഇവരുടെ LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ SP ദീപക്, അദ്ദേഹം ആ അഫിഡവിറ്റിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടാണ് പലയിടത്തും വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സുഗതൻ്റെ കേസുകളെക്കുറിച്ച്, സുഗതൻ നൽകിയ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച്. അതുകൊണ്ട് സുഗതൻ വളരെ വ്യക്തമായിട്ട് അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ട്, ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്. അതിൽ മറിച്ചൊരു അഭിപ്രായം BJPക്കില്ല. കാര്യം BJP സ്ഥാനാർത്ഥിയായിട്ട് താമര ചിഹ്നത്തിൽ തിരുവനന്തപുരത്തെ ജില്ലാ അധ്യക്ഷൻ നൽകിയ സമ്മതപത്രത്തോടു കൂടിയാണ് സുഗതൻ മത്സരിച്ചത്. അതിൽ BJPക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം അവിടെ തന്നെയാണ്. നിങ്ങൾ ആദ്യം എത്രത്തോളം അദ്ദേഹത്തെ ആരോപണ വിധേയനാണ്, അല്ലെങ്കിൽ സുഗതൻ ക്രിമിനൽ കേസ് പ്രതിയാണ്, കാപ്പ കേസ് പ്രതിയാണ്, ഇതൊക്കെ പറയുമ്പോഴും സുഗതൻ ഇതെല്ലാം പൊതുജനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇലക്ഷനിൽ വോട്ട് നേടിയതും ജനങ്ങളുടെ അംഗീകാരം നേടിയതും. അല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അദ്ദേഹത്തിന് കാപ്പ കേസ് അദ്ദേഹം ഉൾപ്പെടുകയും ആ കാപ്പ കേസിൽ ഒരാൾ ഉൾപ്പെട്ട് അദ്ദേഹം കരുതൽ തടങ്കലിൽ പോവുകയും കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ ഇരിക്കുകയും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉയർന്നു വരുമ്പോൾ, അതുകൊണ്ട് ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ഒരാളാണ്, ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് പിന്നെ ജനാധിപത്യ വിരുദ്ധമായ ആ നിലയിൽ കൗൺസിൽ മുന്നോട്ട് പോകട്ടെ. തേടട്ടെ. ഞങ്ങൾ നിയമത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ആ നിയമപരമായിട്ടുള്ള പരിരക്ഷ തേടിക്കോട്ടെ. പക്ഷേ നിയമപരമായി പരിരക്ഷ തേടുകയും നിയമത്തിൻ്റെ വഴിയെ പോകുന്നു പറയുന്നവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ ആ ജാമ്യാപേക്ഷയിൽ കോടതി കൃത്യമായി പറഞ്ഞു 7 ദിവസത്തിനകം നിങ്ങൾ പിന്നെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനകത്ത് നിങ്ങൾ ഹാജരാകണം. ആ ഹാജരായതിനു ശേഷം നിങ്ങൾ നിയമപ്രകാരം ജാമ്യത്തിന് വേണ്ടി അനുവദിക്കണമെന്ന് പറഞ്ഞാണല്ലോ. ഇതേ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവർ നിയമപരിരക്ഷയ്ക്ക് വേണ്ടി കോടതിയിൽ പോകുമെന്ന് പറയുന്ന ആളുകൾ ആ 7 ദിവസത്തിനുള്ളിൽ അവർ ഹാജരാകാത്തതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പോലീസിന് അദ്ദേഹത്തിന് പിടികൂടേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിയമരക്ഷയെ പറ്റി പറയണ്ട. കൃത്യമായും BJPയുടെ പ്രതി പറയുന്നു, അവരത് മറച്ചു വെച്ചിട്ടില്ല. സുഗതൻ കൃത്യമായിട്ടും പറഞ്ഞു, ഞാൻ ഇന്ന കേസുകളിൽ പ്രതിയാണ് എന്ന് പറഞ്ഞു തന്നെയാണ് ജനവിധി തേടിയത്. ജനങ്ങൾ ജയിപ്പിച്ചു. ആ മാൻഡേറ്റിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? നോക്കൂ, ഞാൻ അങ്ങോട്ട് ഒറ്റ കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ എത്ര പരിതാപകരമായ സ്ഥിതിവിശേഷമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നത്. 19 കേസിലെ ഒരു പ്രതിയെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അത് BJPയിൽ എത്രയോ മാന്യരായിട്ടുള്ള, എത്രയോ സമുന്നതരായിട്ടുള്ള, എത്രയോ ജനസമ്മതരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ അതിനെ ചെറുതായി കാണുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ ഒരു കാപ്പ കേസിലെ പ്രതിയും അക്രമ കേസുകളിൽ 1-ാം പ്രതിയുമായ ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനാധിപത്യ നമ്മുടെ നഗരഭരണത്തിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് ഈ മനുഷ്യനെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു BJPയെ സംബന്ധിച്ച് അത് അഭിമാനകരമാണോ? എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇത്തരത്തിൽ അഴിമതി മാത്രമല്ല, സ്ത്രീ വിഷയമുള്ളവരുണ്ട്. കോൺഗ്രസിലല്ലേ അത്തരം ആളുകൾ മത്സരിച്ച ചരിത്രം ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ ഇവിടെ ഒരു എന്താണ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ രാഷ്ട്രീയ ധാർമ്മികത അത്രത്തോളമൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ കാര്യത്തിൽ പോലും? അല്ല, അത്തരത്തിലൊരു രാഷ്ട്രീയ ധാർമ്മികതയും സുതാര്യതയും ഒക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു സാംസ്കാരിക സമ്പന്നമായ ഒരു നഗരം കൂടിയാണിത്. അപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സദ്ഭരണമാണ്. അതുപോലെ സാംസ്കാരിക സമ്പന്നമായിട്ടുള്ളവരായിരിക്കണം തങ്ങളുടെ ജനപ്രതിനിധികളെന്ന് ആഗ്രഹിക്കുന്നവരാണ് തിരുവനന്തപുരത്തെ നിവാസികൾ. അപ്പോൾ കാപ്പ കേസിൽ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലാക്കപ്പെടുന്ന ആൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയും അപ്പോൾ അവരെ ഭരണത്തിൻ്റെ പങ്കാളികളാക്കുകയും ഒക്കെ ചെയ്യുന്ന
വിചിത്രമായിട്ടൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ അതിനെതിരെയാണ് ജനാധിപത്യ വിശ്വാസികൾ പോരാടുന്നത്, ജനാധിപത്യ വിശ്വാസികൾ പ്രക്ഷോഭം നയിക്കുന്നത്. അപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് സുതാര്യമായ ഭരണക്രമം നടപ്പാക്കുക, തങ്ങൾ നഗരഭരണം നവീകരിക്കുവാൻ വേണ്ടി അതിൻ്റെ ഊർജിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് BJP ചെയ്യേണ്ടത്. എനിക്ക് അവിടെ നമ്മൾ ആദ്യം സംസാരിച്ച ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഞാൻ വീണ്ടും അവിടെ ചോദിക്കുന്ന ഒരു കാര്യം, ശ്രീ സുഗതനെ സംബന്ധിച്ച് നമ്മളൊരു സാധാരണ കേസ് പോലത്തെ ഒരു കേസിൽ ഉൾപ്പെട്ട ആളല്ല അദ്ദേഹം. ഒരുപാട് ക്രിമിനൽ കേസുകളിലാണ്, മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള കേസുകളിലാണ്, ഒരുപാട് ആളുകളെ ശാരീരിക ഉപദ്രവം നടത്തുന്ന ആളുകളിലാണ്. ഒരുപക്ഷെ ഒരു ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒരാൾ ജയിച്ചു വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതുപോലെ അക്രമവാസന അല്ലെങ്കിൽ ഗുണ്ടായിസം, സമൂഹത്തെ ഭീഷണിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, സമൂഹത്തിൽ ഒരു വിധത്തിലും മാതൃകയല്ലാത്ത ആളുകളെ മത്സരിപ്പിക്കാതെ ശ്രീ റെജി പറഞ്ഞ രീതിയിൽ എത്രയോ നല്ല ആളുകൾ BJPയിലുണ്ട്. BJPയിലുള്ളവർ എത്രയോ സമുന്നതരായ ആളുകളുണ്ട്, എത്രയോ നല്ല നേതാക്കളുണ്ട്, എത്രയോ നല്ല മുഖങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് സുഗതനെ പോലെ മനുഷ്യർക്കിടയിൽ ഭീതി വിതയ്ക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ചരിത്രമുള്ള ഒരാളെ തന്നെ നിങ്ങൾ മത്സരിപ്പിച്ചതും ഇതുപോലൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഒരിക്കലും നിങ്ങൾ ഈ പറയുമ്പോൾ സുഗതൻ അങ്ങനെ മോശപ്പെട്ട വ്യക്തിത്വമൊന്നുമല്ല. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇദ്ദേഹം കൗൺസിലർ ആയതിനു ശേഷം പ്രതിയാക്കപ്പെട്ട ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. അന്ന് അവിടുത്തെ MLA ആയിരുന്ന VK പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. തിരുവനന്തപുരം നഗരസഭയുടെ പൂർണ്ണമായ ഉടമസ്ഥതയിലും അധീനതയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ പണിയാണ്, പുനരുദ്ധാരണമാണ് അവിടെ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് തിരുവനന്തപുരം നഗരസഭയിലെ മേയറെ അറിയിച്ചിട്ടില്ല, നഗരസഭയുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ല, ആ വാർഡ് കൗൺസിലറെ അറിയിക്കാതെ ഏകപക്ഷീയമായി VK പ്രശാന്ത് വീണ ജോർജ് മന്ത്രി പങ്കെടുക്കുന്നു എന്ന് തെറ്റായി പ്രചരിപ്പിച്ച്, വീണ ജോർജ് മന്ത്രി അവർ അറിഞ്ഞിട്ട് പോലുമില്ല, തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇലക്ഷന് മുമ്പായിട്ട് ഒരു പ്രചരണം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രവർത്തനമാണ്. പക്ഷേ അതിനെ സുഗതൻ തുറന്നു കാണിച്ചു. അവിടെ പോയി തിരുവനന്തപുരം നഗരസഭ കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് നഗരസഭയുടെ അധികാരികൾ, നഗരസഭയുടെ കൗൺസിലർമാർ അറിയണമെന്ന് കൃത്യമായ ഒരു നിലപാടെടുത്തപ്പോഴേക്കും VK പ്രശാന്തിന് അവിടെ നാണം കെട്ടി തിരിച്ചു പോകേണ്ടി വന്നു. അതാണ് സുഗതനെതിരെ എടുത്ത ഒരു കേസ്. രാഷ്ട്രീയം. ഇനി മറ്റൊരു കേസ് ക്ഷേത്രത്തിൽ കയറിയില്ല, ലഘൂകരിച്ചല്ല. ഒരാളെ കായികമായി ആക്രമിച്ച ഒരു കേസേ ഉള്ളൂവെങ്കിലും, ഒരു ഗുരുതരമായ ഗുണ്ടാപ്രവർത്തന കേസേ ഉള്ളൂവെങ്കിലും അത്തരം ഒരാൾ നിങ്ങളെപ്പോലൊരു പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഈ കാര്യങ്ങൾ സംസ്ഥാനത്ത് ഒന്നുകിൽ എന്നുള്ളതാണ്. നമ്മൾ കാര്യം വ്യക്തമാക്കുമ്പോൾ നിങ്ങളത് പൂർണ്ണമായി കേൾക്കാൻ തയ്യാറാവണം. കാരണം ഓരോന്നും അക്കമിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ക്ഷേത്ര ഉത്സവത്തിൽ സുഗതനല്ല പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ ക്ഷേത്ര ഉത്സവം നടക്കുമ്പോൾ വെള്ളൈക്കടവ് പോലുള്ള സ്ഥലത്ത് ഞാൻ ഈ സംഭവം കഴിഞ്ഞ സമയത്ത് അവിടെ പോയ വ്യക്തിയാണ്, അതിന് സമീപം താമസിക്കുന്ന വ്യക്തിയാണ്. ഓരോ വ്യക്തികളെയും വ്യക്തമായിട്ട് പേരെടുത്ത് പറയാൻ ഉള്ള പരിചയമുള്ള സ്ഥലത്താണ് ഞാൻ പോയത്. അവിടെ ഞാൻ വ്യക്തമായി പോകുന്ന സമയത്ത് കണ്ടത് എന്താണ്, അവിടെ വെള്ളൈക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആചാരം നടക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടുത്തെ ആൾക്കാർ ചേർന്നിട്ട് അവിടെ ഒരു ഭക്തി ഗാനമേള സംഘടിപ്പിക്കുകയാണ്. ആ ഭക്തി ഗാനമേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മദ്യപിച്ചു കൊണ്ടുവന്ന ഒരു DYFI പ്രവർത്തകൻ വന്നിട്ട് അവിടെ ആവശ്യപ്പെടുന്ന, ആ DYFI പ്രവർത്തകൻ്റെ ചരിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് അറിയപ്പെടുന്ന അയാൾ അറിയപ്പെടുന്നതിന് ടാർസൻ എന്ന പേരിലാണ്. അദ്ദേഹം മദ്യപിച്ചുകൊണ്ട് വടിവാളുമായിട്ട് പൊതുസമൂഹത്തെ വെല്ലുവിളിച്ച ചരിത്രമുണ്ട്. അതിൻ്റെ പേരിൽ അയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ആ വ്യക്തി അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ അവിടെ വന്ന് ആവശ്യപ്പെട്ട എന്താണ്, ഭക്തി ഗാനമേള നിർത്തിവെച്ചിട്ട് സിനിമാ പാട്ടുകൾ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ട് സംഘാടകർ പറഞ്ഞ് ഞങ്ങളിത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഉത്സവമാണ് എന്ന് പറഞ്ഞ് വിലക്കുമ്പോൾ അവിടെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടുത്തെ പോലീസ് നിഷ്ക്രിയരായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളാണ് കൗൺസിലറെ വിളിച്ചു വരുത്തുന്നത്. കൗൺസിലർ അവിടെ വന്ന് പോലീസിനോട് നിരവധി തവണ ആവശ്യപ്പെടുകയാണ് ഈ പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ. തയ്യാറാവാതെ പോലീസ് നോക്കുകുത്തി പോലെ നിൽക്കുകയും ആ DYFI പ്രവർത്തകൻ അയാൾ കാണിച്ചിട്ടുള്ള അക്രമമാണ് അവിടെ പ്രശ്നമുണ്ടായത്. അയാൾക്ക് എങ്ങനെയാണ് തലയ്ക്ക് പരിക്ക് പറ്റിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഞാനിത് പറയുമ്പോൾ പൂർത്തിയാക്കാൻ അനുവദിക്കണം. നിങ്ങൾ നിങ്ങൾ പോയിട്ടും നിങ്ങളുടെ ആൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായ കേസാണ്. നിയമപരമായി നിങ്ങൾ പറയുന്ന വസ്തുത സ്വാഭാവികമായിട്ട് സുഗതന്റെ പക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. പൊളിയുമ്പോൾ നിങ്ങൾക്ക് സുഗതന്റെ പക്ഷത്ത് തന്നെ സംസാരിക്കാൻ പറ്റും. എന്റെ വാദം ഇത്രയുമേ ഉള്ളൂ. കോടതി
കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചോ? നിങ്ങൾ കോടതി കൊടുത്തോ? അതെ, അത് ഞാൻ പറഞ്ഞു. നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. കാണാതെ പോണ്ടേ, നിങ്ങൾ കേൾക്കാതെ നിയമത്തിന്റെ കണ്ണിലൂടെയല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സുഗതനാണോ ഇവിടുത്തെ ക്രമസമാധാനം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം? സുഗതനാണോ പറയുന്നത്? നിങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിക്കും. കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. കോടതിയാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് വിട്ടത്. അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ? നിങ്ങളെ കാപ്പ കേസ് പ്രതിയായത് ഒരു ഒറ്റ കേസ് കൊണ്ടാണോ? നിങ്ങളെ മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ നിങ്ങൾ ഒരു കാര്യം വിളിച്ചു കഴിഞ്ഞാൽ ഏകപക്ഷീയമായി പറ്റില്ല. ചോദ്യത്തിനല്ലേ ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ വഴിയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതല്ല. സുഗതൻ പുണ്യവാളനാണ് താങ്കൾ പറഞ്ഞാൽ അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ കേൾക്കണ്ട. പക്ഷേ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കേൾക്കാൻ താങ്കൾ പറയുന്ന ഉത്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല എന്റെ ജോലി. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കേൾക്കണ്ടേ? അത് ഉത്തരത്തിന്റെ നീളം ആ വിഷയത്തെ സ്ഥലത്ത് ഞാൻ ഇടപെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം പറയണം. എൻ്റെ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം പറയാവൂ, ഇത്ര നേരമേ സംസാരിക്കാവൂ എന്ന് പറയുക. ഞാനൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ വിഷയം പൂർണ്ണമാക്കാതെ എങ്ങനെയാണ് അതിന്റെ ഉത്തരം പൂർണ്ണമാക്കുന്നത്? അവിടെ പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞത് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. കോടതിയാണ് അദ്ദേഹത്തെ ഉള്ളിലേക്ക് നേരത്തെ അംശു പറഞ്ഞത് ഇതാണ്. ഞാൻ സംഘപരിവാറിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അംശു പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഉദ്ദേശങ്ങളോ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ആരോപണങ്ങളോ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചാപ്പ കുത്തേണ്ടി വരും. ഇത് നിങ്ങളുടെ ഫ്ലോറാണ്. നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. അല്ല താങ്കൾ നിങ്ങൾ ഇത്രത്തോളം കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ വ്യക്തമായി പറയാം. കോടതി പറഞ്ഞ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞു സുഗതൻ ഹാജരാവണം അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ അന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി കോടതി അന്ന് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യണം. സുഗതന് വ്യക്തിപരമായിട്ട് ശാരീരികമായിട്ടുള്ള അസുഖം കാരണം സുഗതൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് എക്സ്റ്റൻഷന് സമയം ചോദിക്കാൻ റിട്ട് ഫയൽ ചെയ്ത് ആ ഫയൽ ഹിയറിംഗിന് എടുക്കുന്ന ഒരു ദിവസത്തെ ഗ്യാപ്പിനിടയിലാണ് അയാളുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ ആ കേസിൽ നിങ്ങൾ പറഞ്ഞല്ലോ കായികമായിട്ട് ആക്രമിച്ചെന്ന്. യഥാർത്ഥത്തിൽ സുഗതനാണോ ആക്രമിച്ചതെന്ന് അവിടുത്തെ ജനങ്ങളോട് പോയി നിങ്ങൾ ചോദിക്കണം. ഞാൻ ആരെയും പുണ്യവാളനാക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. അവിടെ നടന്ന സംഭവം അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷങ്ങളിൽ ചെന്ന് എത്തിപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ നേരിട്ട് മനസ്സിലാക്കിയ രീതിയിലാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നഗരസഭയെ അവമാനിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ശരിയാണ്. അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ സുഗതനെതിരായുള്ള ആരോപണങ്ങൾ മിക്കതും രാഷ്ട്രീയ പ്രേരിതമാണ്, വസ്തുതയില്ലാത്തതാണ്. സുഗതൻ വളരെ മാന്യമായും സത്യസന്ധമായും നന്മമരമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. നോക്കൂ, അദ്ദേഹം എത്ര സമയമെടുത്താണ് ഒരു കാപ്പ കേസിലെ പ്രതിയെ സംരക്ഷണം ഒരുക്കുന്നത് എന്ന് കേട്ടിട്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു. കാരണം 2014 മുതൽ ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് 19 കേസിൽ 1-ാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഈ സുഗതൻ. അദ്ദേഹത്തിനെ നിയമപരമായ നടപടിയെടുത്തുകൊണ്ട് അയാളെ പുറത്താക്കുകയാണ് വേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണസമിതിയിൽ നിന്ന്. അതിനാണ് മേയർ നടപടിയെടുക്കേണ്ടത്. അതിന് പകരം അയാൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നോക്കൂ, ക്രിമിനൽ പ്രവൃത്തികളെ എത്ര ലജ്ജയില്ലാതെ ന്യായീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ കാപ്പ കേസിൽ ആൻറ്റി സോഷ്യൽ പ്രവർത്തികൾ, അതായത് അറിയാമല്ലോ അത് 2007 നിയമമാണ് ആൻറ്റി കാപ്പ ആക്ട്. അതിലെ പ്രകാരം കേസെടുത്തിട്ടുള്ള അത് ചുമത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അത് 1-2 കേസല്ല. അപ്പോൾ 1 കേസാണെങ്കിൽ പറയാം കയ്യബദ്ധം പറ്റിപ്പോയി, 2 കേസാണെങ്കിൽ പറയാം, 3 ആണെങ്കിൽ പറയാം, 4 ആണെങ്കിൽ പറയാം. ഇത് 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ആ വർഷം മുതൽ അദ്ദേഹം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇന്നേക്ക് 19 കേസാണ്. തീർച്ചയായും നമുക്ക് സുഗതനിൽ വിട്ടുകഴിഞ്ഞാൽ ഇദ്ദേഹം ഉന്നയിച്ച ഗിരി വ്യക്തമായിട്ടും ആദ്യഘട്ടത്തിൽ ഒരു വെല്ലുവിളി പോലെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കുക, ഒന്ന് താഴെ ഇറക്ക്. നിങ്ങൾക്ക് ആ വെല്ലുവിളി നേരിടാനുള്ള ശേഷിയുണ്ടോ? നോക്കൂ, ഇവിടെ നിയമപരമായിട്ട് ഒരു പ്രതിപക്ഷ കക്ഷികൾക്ക് ജനാധിപത്യ മാർഗത്തിലൂടെ എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാമാണ് ഇവിടെ പ്രതിപക്ഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ BJP ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന ഓപ്പറേഷൻ താമര പോലുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല. ജനാധിപത്യ വിരുദ്ധമായ ഒരു മാർഗ്ഗങ്ങളും ഇവിടുത്തെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ സ്വീകരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ, ഇവിടുത്തെ തിരുവനന്തപുരത്തെ പ്രതിപക്ഷം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷം ജനാധിപത്യപരമായ മാർഗ്ഗങ്ങളിലൂടെ, അക്രമരഹിതമായ മാർഗ്ഗങ്ങളിലൂടെ, സുതാര്യമായ മാർഗ്ഗങ്ങളിലൂടെ ഈ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ പ്രവർത്തിക്കും. അപ്പോൾ ശ്രീ ഗിരി, ശ്രീ റജി, അതുപോലെ നമ്മുടെ അംശു, തീർച്ചയായിട്ടും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ചർച്ച തന്നെയായിരുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയ ഗുസ്തി വീണ്ടും തുടരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആരെ താഴെയിറക്കും, ആരെ വെട്ടും എന്നുള്ളത് മാത്രമേ കാത്തിരുന്ന് നമുക്കും കാണാൻ ആവുന്നതുള്ളൂ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.